മാറ്റാൻ ബിജെപി എത്തിയേ എന്നാലിനി മാറ്റം തുടങ്ങാം മാറാത്തതു മാറ്റാൻ ബിജെപി എത്തിയേ വികസിത കേരളം നമുക്കു വേണം വാനിടം വരെ വിശ്വാസം കാത്തു രക്ഷിച്ചിടും വരെ സുരക്ഷയോടെ നമ്മളിവിടെ വാണിടും വരെ മാറ്റത്തെ തടയുന്നോ മാറിടും വരെ വീറോടെ പോരാടി വിജയകമലം ഇവിടെ വിടരും എന്നാൽ ഇനി മാറ്റം തുടങ്ങാം മാറാത്തതു മാറ്റാൻ ബിജെപി എത്തിയേ എന്നാൽ ഇനി മാറ്റം തുടങ്ങാം മാറാത്തതു മാറ്റാൻ ബിജെപി എത്തിയേ വികസിത ഭാരതമാണ് കാരണം നമ്മുടെ മോദിയാണ് നാളെ വികസിത കേരളമാകാം നമ്മൾക്കൊന്നായി നല്ല മിടുക്കുള്ള നായകരാണ് തൊട്ടത് പൊന്നാക്കി മാറ്റിയോരാണ് ഒത്തിവർ കേരളം ഒന്നു നയിച്ചാൽ ദൂരിൽ ദൂരാണ് മാറാത്തത് മാറാനായി എന്നും ഇനി ബിജെപി എൻഡിഎ തന്നെ മലനാടാകെ മാറ്റോടെ മിന്നിത്തിളങ്ങാനും ബിജെപി എൻഡിഎ തന്നെ ബിജെപി എൻഡിഎ വികസിത കേരളം വികസിത കേരളം വികസിത കേരളം സുഭദ്രമായൊരു രാജ്യം പടുത്തുയർത്തിയ ശക്തി കേരള നാടിനെ അടിമുടി മാറ്റാൻ ഇനി വരണം ബിജെപി ഇടതല്ലെങ്കിൽ വലത് വലതല്ലെങ്കിൽ ഇടത് തിരഞ്ഞെടുത്തും അടുത്ത ജനത്തിന് പ്രതീക്ഷ ഇനി ബിജെപി പ്രതീക്ഷ ഇനി ബിജെപി വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും മാറാത്തതും ഇനി മാറും അതിനായി ഇനി വരണം ബിജെപി എൻഡിഎ 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 ജാതി മതങ്ങളുമില്ല ഇടയ്ക്കു മതിലുകളില്ല എല്ലാവർക്കും ഒപ്പം നിൽക്കും എല്ലാവർക്കും വേണ്ടി ദേശീയതയുടെ വർണ്ണം പുതുപുലരിക്കു പ്രതീകം അതാണു താമരയതു വിരിയണം കേരള ഹൃദയം തന്നിൽ വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും മാറാത്തതും ഇനി മാറും അതിനായി ഇനി വരണം ബിജെപി എൻഡിഎ 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 കടത്തിൽ നിന്നും ഉയർത്തി ധനാഭിവൃദ്ധിയിലേക്ക് കേരള നാടു നയിക്കാൻ ഇവിടം ഭരിക്കണം ബിജെപി മികച്ച പഠനവുമൊപ്പം മികച്ച തൊഴിലിനും ഇവിടെ അവസരമേകാൻ കേരള മണ്ണിൽ ഇനി വരണം ബിജെപി ഇനി വരണം ബിജെപി വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും മാറാത്തതും ഇനി മാറും അതിനായി ഇനി വരണം ബിജെപി വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും മാറാത്തതും ഇനി മാറും അതിനായി ഇനി വരണം ബിജെപി ബിജെപി ബിജെപി
ബിജെപി ബിജെപി പരീക്ഷണമില്ല, അഴിമതി അക്രമമില്ല, ശാന്തി നിറഞ്ഞ വിമാനത്തോടെ വസിക്കുവാൻ ബിജെപി സുദീർഘ വീക്ഷണമോടെ ചമച്ചെടുത്തൊരു നാട് സാക്ഷാത്കാരം നൽകാനിവിടെ ജയിക്കണം ബിജെപി, ജയിക്കണം ബിജെപി. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം ബിജെപി. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം ബിജെപി. ബിജെപി 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 വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം ബിജെപി. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം ബിജെപി. മതസൗഹാർദ്ദം ഊട്ടി വളർത്താൻ, മതിലുകളില്ല മനുഷ്യന വേണ്ടി, എല്ലാ പേർക്കും തുല്യത നേടാൻ ഇനി വരണം ബിജെപി. ഇനി മാറും, എല്ലാവരും ഇനി മാറും, കാലം മാറും, മാറ്റത്തിനായി ഇനി വരണം ബിജെപി. മാറാത്തതും ഇനി മാറും, കേരളവും ഇനി മാറും, കാലം മാറും, മാറ്റത്തിനായി ഇനി വരണം ബിജെപി. ടെക്നോളജിയിൽ മുന്നേറിയിടാൻ, എല്ലാ പേർക്കും തൊഴിലുകൾ നേടാൻ, നാട്ടിൽ വീട്ടിൽ ക്ഷേമം നിറയാൻ ഇനി വരണം ബിജെപി. തീവ്രവാദമില്ലാതാക്കാൻ, രാജ്യസുരക്ഷയുറപ്പുവരുത്താൻ, സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ഇനി വരണം ബിജെപി. ഇടതും വലതും മാറി ഭരിച്ചു, ഇത്രത്തോളം നാട് മുറിച്ചു, കേരള നാടിനെ രക്ഷിക്കാനായി ഇനി വരണം ബിജെപി. കടത്തിൽ നിന്ന് കരയേറിയിടാൻ, സുസ്ഥിര ഭാവി ഉറപ്പുവരുത്താൻ, വികസിത കേരളമാക്കിയെടുക്കാൻ ഇനി വരണം ബിജെപി. എല്ലാവർക്കും ഒപ്പം വികസനം, എല്ലാ പേർക്കും, എല്ലാ പേർക്കും നീതി, അഴിമതിയില്ല ഭരണം, വികസിത ഭാരത നേട്ടം, മോദി വരുത്തിയ മാറ്റം, കേരള നാടിനു വേണ്ടി ഇനി വരണം ബിജെപി. ഇനി വരണം ബിജെപി. ബിജെപി 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 വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം ബിജെപി. ഇനി വരണം ബിജെപി. മാറാത്തതും ഇനി മാറും, കേരളവും ഇനി മാറും, കാലം മാറും, മാറ്റത്തിനായി ഇനി വരണം ബിജെപി. ഇടതും വലതും മാറി ഭരിച്ചോ, ഇത്രത്തോളം നാട് മുടിച്ചോ, കേരള നാടിനെ രക്ഷിക്കാനായി ഇനി വരണം ബിജെപി.
എന്നാലിനി മാറ്റം തുടങ്ങാം. എന്നാലിനി മാറ്റം തുടങ്ങാം. എന്നാലിനി മാറ്റം തുടങ്ങാം. മാറാത്തതു മാറ്റാൻ BJP NDA. എന്നാലിനി മാറ്റം തുടങ്ങാം. മാറാത്തതു മാറ്റാൻ BJP NDA. വികസിത കേരളം നമുക്ക് വേണം വാനിടം വരെ, വിശ്വാസം കാത്തു രക്ഷിച്ചിടും വരെ, സുരക്ഷയോടെ നമ്മളിവിടെ വാണിടും വരെ, മാറ്റത്തെ തടയുന്നോർ മാറിടും വരെ, വീറോടെ പോരാടി വിജയകമലം ഇവിടെ വിടരും. എന്നാലിനി മാറ്റം തുടങ്ങാം. മാറാത്തതു മാറ്റാൻ BJP NDA. എന്നാലിനി മാറ്റം തുടങ്ങാം. മാറാത്തതു മാറ്റാൻ BJP NDA. ഇന്ന് വികസിത ഭാരതമാണ്, കാരണം നമ്മുടെ മോദിയാണ്. നാളെ വികസിത കേരളമാകാം. നമ്മൾക്കൊന്നായി നല്ല മിടുക്കുള്ള നായകരാണ്, തൊട്ടത് പൊന്നാക്കി മാറ്റിയോരാണ്. ഒത്തിവർ കേരളം ഒന്നു നയിച്ചാൽ ദൂരിൽ ദൂരാണ്. മാറാത്തത് മാറാനായി എന്നും ഇനി BJP NDA തന്നെ. മലനാടാകെ മാറ്റോടെ മിന്നിത്തിളങ്ങാനും BJP NDA തന്നെ. മാറ്റം തുടങ്ങാം. നാടാകെ ഏറ്റവും മികവോടെ. മാറ്റം തുടങ്ങാം. ഈ നാട് വളരും മികവോടെ. മാറാത്തതു മാറ്റാൻ BJP NDA. വികസിത കേരളം വികസിത കേരളം വികസിത കേരളം സുഭദ്രമായൊരു രാജ്യം പടുത്തുയർത്തിയ ശക്തി കേരള നാടിനെ അടിമുടി മാറ്റാൻ ഇനി വരണം BJP. ഇടതല്ലെങ്കിൽ വലത്, വലതല്ലെങ്കിൽ ഇടത്, തിരഞ്ഞെടുത്തു മടുത്ത ജനത്തിന് പ്രതീക്ഷ ഇനി BJP. പ്രതീക്ഷ ഇനി BJP. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും. മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. NDA 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 ജാതി മതങ്ങളുമില്ല, ഇടയ്ക്കു മതിലുകളില്ല, എല്ലാവർക്കും ഒപ്പം നിൽക്കും, എല്ലാവർക്കും വേണ്ടി. ദേശീയതയുടെ വർണ്ണം പുതുപുലരിക്കു പ്രതീകം, അതാണു താമര, അതു വിരിയണം കേരള ഹൃദയം തന്നിൽ. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും. മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. NDA NDA
വികസിത കേരളം വികസിത കേരളം വികസിത കേരളം സുഭദ്രമായൊരു രാജ്യം പടുത്തുയർത്തിയ ശക്തി കേരള നാടിനെ അടിമുടി മാറ്റാൻ ഇനി വരണം BJP. ഇടതല്ലെങ്കിൽ വലത്, വലതല്ലെങ്കിൽ ഇടത്, തിരഞ്ഞെടുത്തു മടുത്ത ജനത്തിന് പ്രതീക്ഷ ഇനി BJP, പ്രതീക്ഷ ഇനി BJP. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. NDA, 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 NDA. ജാതി മതങ്ങളുമില്ല, ഇടയ്ക്കു മതിലുകളില്ല, എല്ലാവർക്കും ഒപ്പം നിൽക്കും, എല്ലാവർക്കും വേണ്ടി. ദേശീയതയുടെ വർണ്ണം പുതുപുലരിക്കു പ്രതീകം, അതാണു താമര, അതു വിരിയണം കേരള ഹൃദയം തന്നിൽ. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. NDA, 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 NDA. കടത്തിൽ നിന്നും ഉയർത്തി ധനാഭിവൃദ്ധിയിലേക്ക് കേരള നാടു നയിക്കാൻ ഇവിടം ഭരിക്കണം BJP. മികച്ച പഠനവുമൊപ്പം മികച്ച തൊഴിലിനും ഇവിടെ അവസരമേകാൻ കേരള മണ്ണിൽ ഇനി വരണം BJP, ഇനി വരണം BJP. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. BJP, 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 സദന പരീക്ഷണമില്ല, അഴിമതി അക്രമമില്ല, ശാന്തി നിറഞ്ഞ വിമാനത്തോടെ വസിക്കുവാൻ BJP. സുദീർഘ വീക്ഷണമോടെ ചമച്ചെടുത്തൊരു നാടിൻ സാക്ഷാത്കാരം നൽകാൻ ഇവിടെ ജയിക്കണം BJP, ജയിക്കണം BJP. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും, മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം BJP. BJP, 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 BJP.
സംരക്ഷിക്കാൻ അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം BJP. മതസൗഹാർദ്ദം മൂട്ടി വളർത്താൻ മതിലുകളില്ല മനുഷ്യന വേണ്ടി എല്ലാ പേർക്കും തുല്യത നേടാൻ ഇനി വരണം BJP. മാറാത്തതും ഇനി മാറും, എല്ലാവരും ഇനി മാറും, കാലം മാറും, മാറ്റത്തിനായി ഇനി വരണം BJP. മാറാത്തതും ഇനി മാറും, കേരളവും ഇനി മാറും, കാലം മാറും, മാറ്റത്തിനായി ഇനി വരണം BJP. ടെക്നോളജിയിൽ മുന്നേറിയിടാൻ എല്ലാ പേർക്കും തൊഴിലുകൾ നേടാൻ നാട്ടിൽ വീട്ടിൽ ക്ഷേമം നിറയാൻ ഇനി വരണം BJP. തീവ്രവാദമില്ലാതാക്കാൻ രാജ്യസുരക്ഷയുറപ്പുവരുത്താൻ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ഇനി വരണം BJP. ഇടതും വലതും മാറി ഭരിച്ചു, ഇത്രത്തോളം നാട് മുറിച്ചു, കേരള നാടിനെ രക്ഷിക്കാനായി ഇനി വരണം BJP. കടത്തിൽ നിന്ന് കരയേറിയിടാൻ സുസ്ഥിര ഭാവി ഉറപ്പുവരുത്താൻ വികസിത കേരളമാക്കിയെടുക്കാൻ ഇനി വരണം BJP. എല്ലാവർക്കും ഒപ്പം വികസനം, എല്ലാ പേർക്കും നീതി, അഴിമതിയില്ല ഭരണം, വികസിത ഭാരത നേട്ടം, മോദി വരുത്തിയ മാറ്റം, കേരള നാടിനു വേണ്ടി ഇനി വരണം BJP. ഇനി വരണം BJP. BJP 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 വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വികസന വിപ്ലവം ആരംഭിക്കാൻ അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം BJP. ഇനി വരണം BJP. മാറാത്തതും ഇനി മാറും, കേരളവും ഇനി മാറും, കാലം മാറും, മാറ്റത്തിനായി ഇനി വരണം BJP. ഇടതും വലതും മാറി ഭരിച്ചോ, ഇത്രത്തോളം നാട് മുടിച്ചോ, കേരള നാടിനെ രക്ഷിക്കാനായി लाल जी के इस रोड शो में जिस प्रकार से हमारी मातृशक्ति, हमारे अभिभावक और हमारे युवा साथियों ने भाग लिया, मैं आप सबको प्रणाम करता हूँ, आप सबका अभिनंदन करता हूँ. ജിജിലാൽജിയുടെ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള വലിയ സംഖ്യയിൽ പങ്കെടുത്തിട്ടുള്ള അമ്മമാർ, അനുഭാവികൾ, സഹോദരങ്ങൾ, യുവാക്കൾ എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയമായിട്ടുള്ള നമസ്കാരം അറിയിക്കുന്നു. पहले हम लोग सब कोई जय घोष करें. भारतीय जनता पार्टी जिंदाबाद, जिंदाबाद जिंदाबाद, बीजेपी जिंदाबाद, जिंदाबाद जिंदाबाद, नरेंद्र मोदी जिंदाबाद, जिंदाबाद जिंदाबाद. आज हमारे बीच में उपस्थित हमारे महामंत्री MP रमेश जी, मंच पर उपस्थित हमारे मास्टर साहब सदानंद जी, और यहाँ पे मंच पर उपस्थित अपने सभी वरिष्ठ पार्टी के पदाधिकारीगण, यहाँ पे बड़ी संख्या में उपस्थित मेरी माता, बहनें, मेरे युवा साथी, मेरे अभिभावकगण, आज जो पूरा रोड शो आपके साथ चलने का मौका मिला, मैं आश्वस्त हूँ कि अब केरलम में कोई भी व्यक्ति कमल को खिलने से रोक नहीं सकता, कमल का खिलना तय है. ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കന്മാർ, അമ്മമാർ, സഹോദരിമാർ, യുവാക്കൾ, അനുഭാവികൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളോടൊപ്പം ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത് ഇത്രയും വലിയ ശക്തി കണ്ടിട്ട് എനിക്ക് ഉറപ്പാണ് കേരളത്തിൽ താമര വിരിയുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ല. और आपके प्रिय नेता श्री नरेंद्र मोदी जी एक सपना देखा है, इस केरलम को विकसित केरलम बनाने का. उस सपने को साकार करने के लिए पूरी तरह से आपका आशीर्वाद और समर्थन हमें चाहिए, और श्री जी को भारी बहुमत से विजयी बनाने का संकल्प लीजिए. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് നരേന്ദ്രമോദിജി സ്വപ്നം കണ്ടിട്ടുള്ള
വികസിത കേരളം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഷിജിലാൽജിയെ നല്ല ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിപ്പിക്കണം. ये एलडीएफ और यूडीएफ का जो मैच फिक्सिंग गेम है, उस गेम को इस बार दोनों को परास्त करना है और ये मैच फिक्सर गेम जो खेलते हैं जनता के साथ, उनको इस बार परास्त करना है. ഈ എൽഡിഎഫിന്റെ യുഡിഎഫിന്റെ ഈ പരസ്പരം ഒത്തുകളി അതിൽ നമുക്ക് പരാജയപ്പെടുത്തണം. അവരെ രണ്ടുപേരെയും നമുക്ക് ജനങ്ങൾ इन दोनों पार्टियों का दिल्ली में मेल है और यहाँ पर खेल करते हैं जनता के साथ. तो दिल्ली के उस मेल को, यहाँ के खेल को बिगाड़ देना है और इस बार कमल को खिलाना है. ഈ രണ്ട് മുന്നണികളുടെയും ഡൽഹിയിലെ ഒത്തുകളിയും ഇവിടെ വരുമ്പോഴുള്ള കളിയും അത് നമുക്ക് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കണം, അത് അവസാനിപ്പിക്കണം. मैं आज कल ही मैंने विकसित केरल का मैनिफेस्टो जारी किया और हमारे अगले वक्ता, क्योंकि आज मेरा बाहर निकलना भी है, वो आपको मैनिफेस्टो के विषय को बताएंगे. लेकिन मैं आपसे ये वादा करके जाता हूँ कि इस विकसित केरल के सपने को नरेंद्र मोदी जी की जो गारंटी है उसके माध्यम से हम लोग पूरा करेंगे. ഇന്നലെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രകടന പത്രിക നമ്മൾ പ്രകാശനം ചെയ്തത്. എനിക്ക് ഒന്ന് ഇറങ്ങേണ്ടതുണ്ട്, അതുകൊണ്ട് അതിനുശേഷം പറയുന്നവർ ആ പ്രകടന പത്രികയെ പറ്റിയിട്ട് വിശദമായിട്ട് പറയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന സ്വപ്നം അത് നമ്മൾ ഈ പ്രകടന പത്രികയിലൂടെ ഉറപ്പായിട്ടും സാധിക്കും. माननीय प्रधानमंत्री जी, केरल के विकास के लिए पिछले 12 वर्षों में बिना इस बात की चिंता किए हुए कि भाजपा का एक भी विधायक या सांसद नहीं भी था, तो भी केरल के विकास के लिए पूरी तरह से संकल्पित होकर काम किया. और यही कारण है कि केरल की जनता ने हमें 2% से लेकर 20% तक के वोट पे पहुंचा दिया है. കേരളത്തില് എംപിമാരോ എംഎൽഎമാരോ ഉണ്ടോ എന്ന് നോക്കാതെ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് നരേന്ദ്രമോദി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ 2%-ൽ നിന്ന് 2% നിന്ന് ഇന്ന് നമുക്ക് നമ്മുടെ വോട്ട് ശതമാനം 20% വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. अब हम इस विकसित केरल के सपने को अगर साकार करना है तो श्रीजीत जी जो हमारे प्रत्याशी हैं, जिनके पिताजी भी करीब 38 साल पहले यहाँ पर चुनाव लड़े थे और आज उनका पुत्र कहीं न कहीं भाजपा और संघ परिवार के आशीर्वाद से लगातार यहाँ पर सक्रिय होकर काम कर रहा है. और हमारा फर्ज है, जिस प्रकार से मैंने अभी पूरे क्षेत्र के भ्रमण के दौरान उनके प्रति भावना देखी है, मैं आश्वस्त हूँ कि इस बार सुजीत जी के हाथों में जो कमल है वो जीत का कमल बनकर यहाँ से निकलेगा. വികസിത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ സ്ഥാനാർത്ഥി ഷിജിലാൽജി അദ്ദേഹം വിജയിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് 38 വർഷം മുമ്പ് ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ മത്സരിക്കുകയാണ്. ഞാൻ ഈ പ്രദേശത്ത് മുഴുവൻ യാത്ര ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ അദ്ദേഹത്തോടുള്ള സ്നേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമുക്ക് വികസിത കേരളത്തിനായിട്ട് ഷിജിലാൽജിയെ ജയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. सबरीमाला के विषय पर जो राजनीति कांग्रेस और एलडीएफ के लोग कर रहे हैं, हम स्पष्ट रूप से अपने केरल के लोगों से कहना चाहते हैं, हम किसी भी हाल में सबरीमाला के दोषी को बख्शेंगे नहीं. टाइम बॉन्ड तरीके से सीबीआई की जांच कराकर उन पर कार्रवाई करेंगे और सबरीमाला के दोषियों को जेल पहुंचाने का काम. ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്ന ഈ കളികൾ അത് നമുക്ക് ജനങ്ങളോട് തുറന്നു കാണിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയുടെ വിഷയത്തിൽ അതിന്റെ ആരോപണ വിധേയരായിട്ടുള്ള പ്രതികളായിട്ടുള്ളവരൊരാളും വെറുതെ വിടപ്പെടുകയില്ല. അത് എത്രയും പെട്ടെന്ന് CBI അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ആ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടാക്കാൻ BJP പ്രവർത്തിക്കും. राहुल गांधी जब केरल आते हैं तो उनको सबरीमाला का याद आता है और सबरीमाला के माध्यम से हमारी भावनाएं हिंदू देवी देवताओं के अपमान का विषय उनको ध्यान में आता है. लेकिन मैं पूछना चाहता हूं राहुल गांधी जी से, जब देश के अन्य भाग में और आपके शागिर्द, आपके पार्टनर डीएमके के नेता और अन्य पार्टी के नेता जब हिंदू देवी देवताओं का अपमान करते हैं, उस समय आप चुप क्यों रहते हैं? രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് ശബരിമലയെ കുറിച്ച് ഓർമ്മ വരുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോഴാണ് ഹിന്ദു ദേവി ദേവതമാരെ അപമാനിക്കുന്നതിനെ കുറിച്ച്
അദ്ദേഹത്തിന് ചിന്ത വരുന്നത്. എന്നാൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയുടെ പല ഭാഗത്ത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള DMK അതിന്റെ നേതാക്കന്മാർ ഹിന്ദു ദേവി ദേവന്മാരെ അപമാനിക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? हम अपनी बहनों के साथ जो घोषणा पत्र में हमने कमिटमेंट किया है, जो यहाँ पर केरल में पहला एम्स देने का जो हमने संकल्प लिया है, हम यहाँ के बैक वाटर टूरिज्म को जो बढ़ाने का संकल्प लिया है, यहाँ के युवाओं को रोजगार देने का जो संकल्प लिया है, यहाँ की माता बहनों को अधिक से अधिक स्वावलंबी बनाने का जो संकल्प लिया है, हम नरेंद्र मोदी के नेतृत्व में संकल्प को पूरा करेंगे. നമ്മുടെ പ്രകടന പത്രികയിലൂടെ നമ്മൾ ഈ കേരളത്തെ വികസിപ്പിക്കാൻ ഇവിടുത്തെ സഹോദരിമാർക്കും അതുപോലെ യുവാക്കൾക്ക് ജോലിയും അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികളോടൊന്നും തന്നെ നമ്മൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കും. हमारी केरल की बहनें हॉस्पिटैलिटी सर्विस के माध्यम से, नर्सिंग के माध्यम से पूरे देश में अपना स्थान बनाई है. लेकिन दुर्भाग्य है कि केरल प्रदेश में ही उनको रोजगार का नहीं अवसर मिल रहा है. हम इस सुनिश्चित करेंगे कि जिस विधा के लिए वो जानी जाती है, जिसमें उनकी ख्याति है, हम उनका सम्मान उनके राज्य में ही उनको नौकरी देकर, उनको रोजगार देकर बढ़ाने का प्रयास करेंगे. കേരളത്തിലെ സഹോദരിമാർ നഴ്സിംഗ് ജോലികളുമായി ഭാരതത്തിന്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ എനിക്ക് ദുഃഖമുണ്ട്, ആ സഹോദരിമാർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് ഓരോരുത്തർക്കും അവരുടെ സ്വന്തം നാട്ടിൽ പ്രവർത്തിക്കാനുള്ള അവസരം BJP ഉണ്ടാക്കും. तो मैं आपसे भारतीय जनता पार्टी के अध्यक्ष होने के नाते अपने प्रत्याशी के समर्थन में यहाँ पे आया हूँ और मैं आप सबसे आग्रह करता हूँ, इतनी प्रचंड जीत दिलाइए कि LDF UDF ने जिस प्रकार से यहाँ पर हमारे कार्यकर्ताओं का शोषण किया, उनके हत्याएं की, उनको अपमानित किया है. मैं आज उन परिवार के लोगों से मिला था. मैं इस बात का संकल्प लेता हूँ कि उन परिवारों के साथ जो कुर्बानी दी है, उनके साथ जो अन्याय हुआ है, भाजपा की सरकार बनेगी तो निश्चित रूप से उनको न्याय भी दिलाएंगे और उनके कुर्बानी के जो उन्होंने कुर्बानी दी है, इस विचारधारा जो LDF UDF की है, इसको निश्चित रूप से समाप्त करेंगे. गंदी राजनीति को कोई स्थान नहीं देने देंगे. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശിശിലാജിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കണം. അതോടൊപ്പം ഇന്ന് ഈ പ്രദേശത്തെ നമ്മുടെ ജീവൻ ത്യജിച്ചിട്ടുള്ള ബലിദാനികളായിട്ടുള്ള അവരുടെ കുടുംബങ്ങളെ ഞാനിന്ന് കാണുകയുണ്ടായി. എനിക്ക് അവരോടൊപ്പം പറയാനുള്ളത്, പ്രതിജ്ഞ പോലെ പറയാനുള്ളത്, അവരുടെ ആ ജീവത്യാഗം വൃഥാവിലാകില്ല. അവർക്ക് ന്യായം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ LDFന്റെയും UDFന്റെയും ഈ വൃത്തികെട്ട രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടി, ഈ ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. 9 अप्रैल को आप भारतीय जनता पार्टी को अपना आशीर्वाद और विश्वास दीजिए. हम अपने कार्यकर्ताओं की कुर्बानी, इस राज्य के विकास जो रुक गया है, जो करप्शन की भेंट चढ़ गया है, निश्चित रूप से इस केरल राज्य को उस बदहाली से निकालकर एक विकसित केरल बनाने का जो सपना माननीय प्रधानमंत्री जी ने देखा है, उसको साकार करेंगे. ഏപ്രിൽ 9-ാം തീയതി നമ്മളെല്ലാവരും തന്നെ വലിയ സംഖ്യയിൽ വോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരന്മാരുടെ ആ ബലിദാനവും ഈ സംസ്ഥാനത്തിന്റെ നിന്നുപോയിട്ടുള്ള വികസനം നേരെയാക്കാനും നരേന്ദ്രമോദിയുടെ ആ വികസിത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഏപ്രിൽ 9-ാം തീയതി വലിയ ശക്തിയിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. मैं अपनी बात इस बात के साथ समाप्त करता हूं कि केरल के विकास के प्रति जो इसके लोगों को, चाहे विकास की योजना हो, चाहे वेलफेयर की योजना हो, चाहे यहाँ के युवाओं को रोजगार देने का संकल्प हो, माता बहनों का सम्मान देने का संकल्प हो, हम निश्चित रूप से इसको पूरा करेंगे. जय हिंद, जय केरल. കേരളത്തിന്റെ വികസനത്തെ കുറിച്ചും അമ്മമാർക്ക് അവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനെ കുറിച്ചും യുവാക്കൾക്ക് ജോലി നേടുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. BJP जिंदाबाद, जिंदाबाद जिंदाबाद. BJP जिंदाबाद, जिंदाबाद जिंदाबाद. बहुत बहुत धन्यवाद नितिन जी. Thank you for your valuable speech. നമ്മുടെ പ്രിയപ്പെട്ട അഖിലേന്ത്യാ അധ്യക്ഷൻ അദ്ദേഹത്തിന് തിരക്കിട്ട് പോകേണ്ടത് ഞാൻ വേദി വിടുകയാണ്. നമ്മുടെ യോഗം തുടരും. അടുത്തായി നമ്മളോട് സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ക്രൂരതക്കെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി തന്റെ ജീവിതകാലം മുഴുവൻ മാർക്സിസ്റ്റ് ക്രൂരതയുടെ ഇരയായി തീർന്ന
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ധീര പോരാളി, കണ്ണൂരിന്റെ ഓമനപുത്രൻ, നമ്മുടെ പ്രിയങ്കരനായ രാജ്യസഭ MP ശ്രീ സദാനന്ദ